ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഹോസ്റ്റലിൽ നിന്ന് ഒരു ചായ കുടിക്കാമെന്ന് വെച്ച് ഇറങ്ങി. അപ്പോൾ നമ്മുടെ അടുത്തൊരു ബെസ്റ്റ് ബേക്കറി എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഉറക്കമൊക്കെ കഴിയുമ്പോൾ നേരെ ഒരു ചായ കുടിക്കാൻ പോക്കുള്ളതാണ്. പിന്നെ നമ്മൾ തോന്നുന്ന പോയേക്കാം എന്ന് വെച്ചിട്ട് പോയി. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് നേരെ ഒരു ചായയും പിന്നെ ഒരു പപ്സും ഒരു മിനി ചിക്കൻ പിസയും വാങ്ങി. എല്ലാ ദിവസവും ഇവിടെ വന്നൊരു ചായയും എന്തെങ്കിലും കഴിക്കാതെ നമുക്ക് വിശപ്പ് മാറത്തില്ല. കാരണം ഉച്ചയ്ക്ക് കഴിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ നല്ല വിശപ്പായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് എല്ലാ ദിവസവും പോയി കഴിക്കാറുണ്ട്. തൊട്ടടുത്തും കൂടെ ആയതുകൊണ്ട് പിന്നെ വീട്ടിൽ നിൽക്കുന്ന ഹോസ്റ്റലിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ തന്നെ ഇട്ടുകൊണ്ട് പോകും. നമ്മളിന്ന് മേടിച്ചൊരു മിനി ചിക്കൻ പിzzയും പിന്നെ പപ്സും ചായയുമായിരുന്നു. പിസ്സ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അവിടെ ചിക്കൻ പപ്സും ഉണ്ട്, അതുപോലെ തന്നെ എഗ് പപ്സും ഉണ്ട്. ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് എഗ് പപ്സാണ്. അതാണ് കുറച്ചും കൂടെ ഇത് നല്ലത്. പിന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് ചെന്നില്ലെങ്കിൽ സാധനം തീർന്നു പോകും. കാരണം അത്രയ്ക്ക് ആളും തിരക്കും ഉള്ള ഒരു കടയാണ്. പൊതുവേ നമ്മൾ 6 മണി കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം 6 മണി കഴിഞ്ഞിട്ട് പോകുമ്പോൾ നമുക്ക് പപ്സ് കിട്ടാറില്ല, വേറെ കുറേ സ്നാക്സ് ആയിരിക്കും. കാരണം അവിടുത്തെ പപ്സിന് കിടിലൻ ടേസ്റ്റ്, നല്ല ചൂട് മൊരിഞ്ഞ പപ്സ് ആയിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മളുടെ ഫ്രണ്ടില്ല, അവളില്ലാത്തത് കൊണ്ട് നമ്മൾ നേരത്തെ പോകും. അവളുള്ളപ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ സമയപ്പോഴാണ് പോകുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ നേരത്തെ പോകും, ഒരു 4 മണിയാകുമ്പോൾ പോകും. അപ്പോൾ നമുക്ക് കുറേ സ്നാക്സ് അവിടെ നിന്ന് തിന്നാൻ കിട്ടും. അങ്ങനെ നമ്മളത് മേടിക്കും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട അവിടുന്ന് സാൻഡ്വിച്ച് നല്ലതായിരുന്നു, ഗാർലിക് സാൻഡ്വിച്ചും പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. അത് രണ്ടും അവിടുന്ന് കഴിച്ചിട്ട് അതും അടിപൊളിയായിരുന്നു. അവിടെ സ്നാക്സ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, കൂടുതൽ വാങ്ങുന്നത് പപ്സ് ആയിരിക്കും. പപ്സ് ആണല്ലോ കൊള്ളത്തില്ല, പക്ഷെ അവിടുത്തെ ചിക്കൻ അല്ലേ വലിയ ടേസ്റ്റ് ഇല്ല. പിന്നെ നമ്മൾ ചായക്ക് കുടിച്ച് കഴിഞ്ഞപ്പോൾ ഓർത്തു വന്നാൽ പിന്നെ പേ ചെയ്യാൻ പോയപ്പോഴേക്കും ഐസ്ക്രീം കണ്ടു. അപ്പോൾ പിന്നെ നമ്മൾ 2 മേഴ്സേഴ്സിൻ്റെ ഐസ്ക്രീം വാങ്ങിച്ചു. ബാർ. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഒരു റിവ്യൂ പറയാനാണ് വന്നിരിക്കുന്നത്. നമ്മൾ അപ്പുറത്തെ കടയിൽ നിന്ന് മേടിച്ച ഒരു കൂൾ ബാർ ഉണ്ട്. ഇത് ഏത് ബാറാണ് ഇത് ചില്ലി ഗുവ. എരിവാണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. പിന്നെ ഞാൻ ചോക്കോബാർ മേടിച്ചത്, നമ്മൾ കഴിച്ചിട്ടില്ല, ട്രൈ ചെയ്യാൻ മേടിച്ചത്. അത് കഴിച്ചു നോക്കിയാലോ. ഇത് ആസ് യൂഷ്വൽ നമുക്ക് അറിയാവുന്ന ടേസ്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ചായ കുടിച്ചിട്ട് വന്നതുകൊണ്ട് രണ്ടും കൂടെ എങ്ങനെയാവും എനിക്കറിയത്തില്ലേ. പൊട്ടിക്കാൻ ഗായ്സ്. സാധാ ചോക്കോബാർ കൊള്ളാം. നമുക്ക് സ്പൈസി ചില്ലി ഗുവ നോക്കാം. അതെ, പൊട്ടിക്കാൻ പണ്ടേ ഞാൻ സൂപ്പർ. 15 രൂപയുള്ളൂ കേട്ടാ. ഗുവാന്റെ മണമുണ്ട്. കഴിച്ചു നോക്കിയ എരിവാണോ പുളിയാണോ കഴിക്കി. ഞാൻ നോക്കട്ടെ. ഒരു എരിവ് വരുന്നുണ്ട് മെല്ലെ. കറക്റ്റ് ഗുവാന്റെ ആ ഒരു ഇതൊക്കെ ഉള്ളു അല്ലേ. ക്യൂട്ടായിട്ടുണ്ട് ഗൈസ്, സത്യം. കളർ നോക്ക്. ചോക്കോബാർ പക്ഷെ കൊള്ളാം, നല്ല ചോക്കോബാർ. എരിവുണ്ട് ഗൈസ്. അതിന് നമ്മൾ കഴിച്ച് വരുമ്പോ എരിവ് വരും. പക്ഷെ ഫസ്റ്റ് ടൈമാണ് നമ്മളിത് കഴിക്കുന്നത്. നിങ്ങൾ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ കമന്റ് ബിലോ. അപ്പം തരാം, നാളെ കാണാം.